ഹൈന്ദവ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും പ്രകാരം പ്രധാന ആരാധനയാണ് നാഗാരാധന. നാഗപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ആയില്യം നാളാണ്. എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാഗപൂജയും നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട്. നാഗദൈവങ്ങളെ പണ്ടുകാലം മുതലേ ആരാധിച്ചു വരുന്നുണ്ട്. മിക്ക തറവാടുകളിലും നാഗരുടെ പ്രതിഷ്ഠയും സന്ധ്യയ്ക്കുള്ള വിളക്ക് തെളിയിക്കലും പതിവാണ്. സന്താനദോഷം, മാറാവ്യാധികൾ, ശാപദോഷം എന്നിവ നാഗാരാധനയിൽ മാറുമെന്നാണ് അറിവ്. നാഗപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ആയില്യം നാളിലാണ്. എല്ലാ മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നാഗപൂജയും നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട്. ആയില്യ പൂജകളിൽ ഏറ്റവും പ്രധാനം കന്നി തുലാം നാളിലെ ആയില്യ പൂജയാണ്. ആയില്യത്തിന് വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. ഈ സമയത്ത് മദ്യം, ലഹരി, മത്സ്യമാംസാദികൾ വർജിക്കണം. ബ്രഹ്മചര്യം പാലിച്ച് പൂർണ്ണ ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുക്കണം. അതിന് കഴിയാത്തവർ ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം നോക്കണം. ആയില്യം കഴിഞ്ഞ പിറ്റേന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥം സേവിച്ചു വേണം വ്രതം അവസാനിപ്പിക്കാൻ. വ്രത ദിവസം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുന്നതും നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും 5 തവണ വലം വയ്ക്കുന്നതും നല്ലതാണ്. രാവിലെയാണെങ്കിൽ സൂര്യോദയത്തിന് ശേഷവും, വൈകുന്നേരമാണെങ്കിൽ സൂര്യാസ്തമയത്തിന് മുൻപും പ്രദക്ഷിണം ചെയ്യണം. കൂടാതെ വ്രതം ആരംഭിക്കുന്ന ദിവസം മുതൽ ഓം നമഃശിവായ മന്ത്രം 336 തവണ ജപിക്കണം. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ 1 വർഷത്തെ ആയില്യ പൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. നാഗശാപം ഒരാളുടെ നാശത്തിന് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ അത് അയാളുടെ കുടുംബ പരമ്പരയെ തന്നെ വേട്ടയാടുകയും ചെയ്യും എന്നും പറയപ്പെടുന്നു. 2025 2 കന്നി ആയില്യങ്ങളാണ്. സെപ്റ്റംബർ 18 കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ആദ്യത്തെ ആയില്യം. ഒക്ടോബർ 16 വ്യാഴാഴ്ചയാണ് രണ്ടാമത്തേത്. ആദ്യത്തെ ആയില്യത്തിൽ പുലർച്ചെ വരെയായിരുന്നു പൂജകൾ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ആയില്യത്തിൽ വൈകുന്നേരവും ആയില്യ പൂജ ഉണ്ടാകും. സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച രാവിലെ 7:05 വരെ മാത്രമേ ആയില്യം നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒക്ടോബർ 16 വൈകുന്നേരം 7 മുതൽ 9 വരെ അനന്തൻകാവിൽ ആയില്യം പൂജ നടക്കും എന്നാണ് അനന്തൻകാവിൽ നാഗലക്ഷ്മി ക്ഷേത്രം പറയുന്നത്. നാഗശാപം മാറാനും പകർച്ചവ്യാധി പോലെയുള്ള രോഗങ്ങൾ മാറുന്നതിനും നാഗരാജ പൂജ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സർപ്പസംബന്ധമായ ശാപങ്ങൾ അകറ്റാനുള്ള പരിഹാരമാണ് സർപ്പബലി. എല്ലാ മാസവും വിശേഷമായി ആയില്യം പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ആയില്യത്തിലും വിപുലമായി തന്നെ ആഘോഷങ്ങൾ നടന്നു. പാലക്കാട് ചിറ്റൂർ കേണംപുള്ളി മലയിൽ വിശേഷ പൂജകൾ നടന്നു. കുന്നിൻ മുകളിലെ മനോഹര ബാലമുരുക ക്ഷേത്രമാണ് കേണംപുള്ളി ചെറുബാല എന്ന ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ നാഗപ്രതിഷ്ഠയുള്ള കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അടുത്ത കന്നി ആയില്യവും അതിവിപുലമായി നടക്കും.